ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതിന്റെ ഐതിഹ്യം അറിയാമോ? ലങ്കയിൽ തടവിലാക്കപ്പെട്ട സീതാദേവിയെ കണ്ടെത്താൻ ഹനുമാൻ പുറപ്പെട്ടു. ഒരു നീണ്ട തിരിച്ചിലിനു ശേഷം അശോകവനത്തിൽ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി. ആഞ്ജനേയൻ രാമൻ നൽകിയ മുദ്രമോതിരം സീതാദേവിക്ക് സമ്മാനിച്ചു. എന്നിട്ട് ശ്രീരാമപ്രഭുവിന്റെ ക്ഷേമത്തെക്കുറിച്ച് ഹനുമാൻ സീതാദേവിയെ അറിയിക്കുകയും ദേവിയെ ഉടൻ തന്നെ ഇവിടെ നിന്നും രക്ഷിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ട് സീതാദേവി വളരെ സന്തോഷവതിയായി. അവിടെ വിനീതമായി ആരാധനയിൽ നിൽക്കുന്ന ആഞ്ജനേയനെ അക്ഷതം അർപ്പിച്ച് അനുഗ്രഹിക്കാൻ സീതാദേവി ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് മംഗളകരമായ വസ്തുക്കളൊന്നും കിട്ടിയില്ല. അങ്ങനെ ദേവി അടുത്തുള്ള ഒരു വെറ്റില മരത്തിൽ നിന്ന് തളിർ വെറ്റിലകൾ നോക്കി പറിച്ച് ആഞ്ജനേയന്റെ തലയിൽ വച്ച് അവനെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുകയും ദേവി ആ വെറ്റിലകൾ ഒരു മാലയായി കെട്ടി ഹനുമാൻ സമർപ്പിക്കുകയും ചെയ്തു. സീതാദേവിയുടെ തലമുടിയിലെ ചൂടാരത്നം അടയാളമായി വാങ്ങി രാമദേവന്റെ അടുക്കലേക്ക് പോവുകയും ചെയ്തു. അന്നുമുതലാണ് വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ടതായത്. ഇതിന്റെ പ്രതീകമായാണ് ഭക്തർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത്. 108 വെറ്റിലകളാണ് മാലയിൽ ഉപയോഗിക്കേണ്ടത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും തൊഴിൽ തടസ്സങ്ങൾ പരിഹരിക്കാനും വെറ്റിലമാല ഏറ്റവും ഉത്തമമായ വഴിപാടായി കരുതപ്പെടുന്നു. ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളിൽ അർപ്പിക്കുന്നത് വളരെ ശുഭകരമാണ്.